മനോജ് സുഖാണോ? സുഖമായിട്ടിരിക്കുന്നു. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല സന്തോഷമായിട്ട് പോകുന്നു. നന്നായി പോകുന്നു. മഴയൊക്കെ ഉണ്ട്. മഴയൊക്കെ പെയ്യുന്നുണ്ട് അല്ലേ? വെരി ഗുഡ് വെരി ഗുഡ്. പിന്നെ ഫൺസ് അപ്പോൺ എ ടൈമിൽ മഴ പെയ്താൽ ഇത്രയും സന്തോഷം പറ്റാൻ ഇതാരെ തവള? മനോജ് നമസ്കാരം. മനോജ് എന്താ ചെയ്യുന്നതിനെ കുറിച്ച് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? സസ്പെൻസ് ആണോ? ഒരു യാത്ര കൊണ്ടുപോകാൻ ശ്രമിക്കുവാണ് ഞാൻ. ട്രെയിനിൽ നമുക്ക് ഒന്നിച്ചെന്ന് യാത്ര ചെയ്യാം. നമ്മുടെ ഒരു ട്രെയിൻ യാത്രയാണ്. ഒരു ട്രെയിൻ യാത്ര ചെയ്യാൻ പോവാണ്. ഓക്കെ, നോക്കാം. ഞാൻ കുറേ നാൾ മുമ്പ് മുംബൈയിൽ എനിക്കൊരു ജോലി ഉണ്ടായിരുന്നു. മുംബൈ മഹാരാഷ്ട്ര നാസിക് എന്ന് പറഞ്ഞ സ്ഥലത്ത് എനിക്ക് ജോലി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നാട്ടിൽ വന്നിട്ട് തിരിച്ച് വീണ്ടും പോവുകയാണ്. മംഗള എക്സ്പ്രസ്സിൽ എറണാകുളത്ത് വന്നിട്ട് പോവുകയാണ്. അപ്പോൾ ആ ട്രെയിനിൽ അന്ന് ഞാൻ യാത്ര ചെയ്തപ്പോൾ ചില കാര്യങ്ങൾ കാണുകയും കേൾക്കുകയും ഒക്കെ കണ്ടു. അതുപോലെ ഞാൻ മംഗള എക്സ്പ്രസ് എറണാകുളത്ത് നിന്ന് കയറി എൻ്റെ ഒരു കൂട്ടുകാരൻ ചേട്ടൻ പ്രകാശൻ ചേട്ടൻ അവിടെ മുംബൈയിലുണ്ട്. പ്രകാശ് ചേട്ടൻ എന്നോട് പറഞ്ഞടാ മനോജ, നീ നാട്ടിൽ പോയിട്ട് വരുമ്പോഴേ അമ്മോട് പറയണം എനിക്ക് കുറേ അച്ചാറും ചമ്മന്തിപ്പൊടിയൊക്കെ ഇട്ട് തരണം എന്ന് പറഞ്ഞ്. അങ്ങനെ ഞാൻ പ്രകാശ് ചേട്ടനും ചേച്ചിക്കും വേണ്ടി അമ്മ തന്നു വിട്ട കുറേ അച്ചാറും കുറേ സാധനങ്ങളെല്ലാം എൻ്റെ ബാഗിനകത്തുണ്ട്. അതെല്ലാമായിട്ട് ട്രെയിനിൽ കയറി ട്രെയിൻ മുന്നോട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നാസിക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. നാസിക്കിലാണ് ഇന്ത്യയുടെ കറൻസി മുഴുവൻ പ്രിന്റ് ചെയ്തത്. എനിക്കറിയാം, ഞാൻ കണ്ടിട്ടുണ്ട്, ആ ഭാഗത്ത് പോയിട്ടുണ്ട്, ആ ഭാഗത്ത് കണ്ടിട്ടുണ്ട്. അങ്ങനെ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ഉയരം കുറഞ്ഞ ഒരാൾ, സാധാരണ ഉയരം കുറഞ്ഞ ഒരാൾ വന്നിട്ട് ട്രെയിനിൽ കയറിയിരുന്ന് ഭയങ്കര തമാശക്കാരനാണ് അദ്ദേഹം സ്വയം പരിചയപ്പെടുത്തുകയാണ്. എന്നെ അറിയാമോ, ഞാൻ ഇന്ന ആളാണ്, ഹിന്ദി സീരിയലിൽ കുട്ടികളുടെ സീരിയലിൽ കുട്ടിച്ചാത്തിന് വേഷം ചെയ്യുന്നത് ഞാനാണ്. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്നെ കണ്ടുണ്ടോ? ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ കണ്ടിട്ടില്ല, ഞങ്ങൾ കുട്ടികളുടെ പരമ്പരയിൽ ഞങ്ങൾ കാണാറില്ല ഇങ്ങനെ പോകുന്നത്. അപ്പം ഈ ഉയരം കുറഞ്ഞ ആളുടെ അടുത്ത് വേറൊരാൾ വന്നിരുന്നു, ഒരു വണ്ണമുള്ള ഒരാൾ, കണ്ടാലും മാർവാടിയെ പോലെ ഒരു ബിസിനസ്സുകാരൻ, മലയാളിയാണ്, വന്നിരുന്നു. അപ്പോൾ ഈ തമാശക്കാരൻ ഉയരം കുറഞ്ഞ ആൾ ഈ അദ്ദേഹത്തോട് ചോദിച്ചു, സാർ എവിടെ പോകുന്നു? മറ്റേ ആൾ പറഞ്ഞു ഞാൻ മുംബൈ വരെ പോകുന്നു. അപ്പോൾ ചോദിച്ചു എന്തിനു പോകുന്നു? കുറച്ച് തുണി എടുക്കാൻ പോവാന്ന് പറഞ്ഞു. അപ്പോൾ ഈ തമാശക്കാരൻ ഈ ഉയരം കുറഞ്ഞ ആൾ ചോദിച്ചു എന്താ കേരളത്തിലൊന്നും തുണി ഇല്ലയോ എന്ന് ചോദിച്ചിട്ട് എന്നിട്ട് ചിരി. അദ്ദേഹം ഇങ്ങനെ ഇദ്ദേഹത്തെ സൂക്ഷിച്ചു നോക്കി, ഭയങ്കര ബിസിനസ്മാനല്ലേ, ഇതിന് ചിരി നോക്കി. അതിന് പറഞ്ഞോ മുംബൈയിലൊക്കെ തുണി തൂക്കി കിട്ടും എന്ന് പറഞ്ഞു. അപ്പോൾ മുംബൈയിലൊക്കെ തുണി തൂക്കി വിൽക്കും എന്ന് പറഞ്ഞപ്പോൾ ഈ ഉയരം കുറഞ്ഞതിന് വലിയൊരു തമാശ തോന്നിയിട്ട് അദ്ദേഹത്തിനോട് ചോദിച്ചു, ചേട്ടാ സാറേ മുംബൈയിലൊക്കെ കാക്കിലോ ഷട്ടിക്ക് എന്നാ വിലയെന്ന്. അപ്പോൾ അദ്ദേഹത്തിനൊന്ന് ചമ്മി, ആ ഉയരമുള്ള ആ ബിസിനസ്സുകാരനൊന്ന് ചമ്മിയിട്ട് ഇതിനെ അടിമുടിയെന്ന് നോക്കിയിട്ട് പറഞ്ഞു നിനക്കന്നെ കാക്കിലോടെ ആവശ്യമില്ല, 50 ഗ്രാം മതി. ട്രെയിൻ ഭയങ്കര സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഭയങ്കര സ്പീഡിൽ. ശിങ്കാരിമേളം തകർത്തുകൊണ്ടിരിക്കുകയാണ് ട്രെയിൻ. ഇത് ഭയങ്കര സ്പീഡിൽ പോയിക്കൊണ്ടിരുന്നപ്പം എനിക്കൊരു പാട്ട് കേൾക്കാം, നല്ല വൃത്തിക്കൊരു പാട്ട് എനിക്ക് കേൾക്കാൻ പറ്റും. അത്രയും ഒച്ചത്തിൽ എനിക്ക് ആ ട്രെയിൻ പോയിക്കൊണ്ടിരുന്ന ഒച്ചത്തിനേക്കാളിലും ഹൈ പിച്ചിൽ തന്നെ എനിക്കൊരു വേറൊരു പാട്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. പാദേശി പാദേശി ജാനകി മുझे छोड़ोगे मुझे छोड़ोगे പാദേശി പാദേശി ജാനകി ജാനകി മുझे छोड़ोगे मुझे छोड़ोगे. ആ പാട്ട് എൻ്റെ അടുക്കലായി. നല്ല അത്രയും അത്രയും സ്പീഡിലും അത്രയും ശബ്ദത്തിലും ട്രെയിൻ പോയതിനേക്കാളും ഉച്ചത്തിൽ എനിക്ക് ആ പാട്ട് കേൾക്കാറ്. ആ പാട്ട് പാടി എൻ്റെ അടുത്ത് വന്നു. എനിക്ക് നല്ലൊരു സുഖം. ഞങ്ങൾക്ക് ഒരു ട്രെയിനിൽ പാട്ട് പാടുന്നൊരു ചേട്ടനാണ്. അപ്പോൾ എൻ്റെ അടുത്ത് വന്ന് നിന്നപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ ഒരു പാട്ട് പാടാമോ? ഏത് പാട്ടാണ് പാടേണ്ടതെന്ന് പറയാമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു വേൽമുരുക ഹരോ ഹര എന്നുള്ള പാട്ട് പാടാം. ട്രെയിൻ നല്ല സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പാടി വേൽമുരുക ഹരോ ഹര. എന്തോ ഗ്രഹപ്പഴയ്ക്ക് സിഗ്നൽ കിട്ടി, ട്രെയിൻ ചെറുക പോവുക. ട്രെയിനിൻ്റെ സ്പീഡ് അങ്ങ് കുറഞ്ഞു, എന്തോ സ്പീഡ് തുറന്നു. വേലായുധ ശൂരം പടയുടെ ചെമ്പട കോട്ടി കോലം തുള്ളും കാലം. വീരൻ പടയുടെ ചെമ്പട കോട്ടി തത്തിങ്ങേറും വേളം. ട്രെയിനും ചെറിയൊന്ന് കുറഞ്ഞു. വേൽമുരുക ഹരോഹര. ബ്രേക്ക് പിടിക്കുക ട്രെയിനിങ്ങനെ. ഞാൻ പറഞ്ഞു ട്രെയിൻ അങ്ങ് സ്പീഡിൽ പോയാൽ മതിയായിരുന്നു. ഈ പാട്ടുകാരൻ്റെ കാര്യം, ട്രെയിനിലെ പാട്ടുകാരനെ കണ്ട ആ പാട്ടുകാരൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ എൻ്റെ നാട്ടിലുള്ള ഒരു ഈ ചന്ദ്രൻ ചേട്ടൻ്റെ കാര്യം ഓർത്തത്. പുള്ളിക്കാരൻ ഈ ഭക്തിഗാനങ്ങളൊക്കെ ഇതുപോലെ പാരഡിയാക്കി മാറ്റി. പിന്നെ നമ്മൾ എന്തെങ്കിലും കാര്യം പുള്ളിയോട് ചോദിച്ചു കഴിഞ്ഞാൽ മറുപടി ചിലപ്പോൾ പാരഡിയായിട്ടാണ് പുള്ളി പറയുന്നത്. അപ്പോൾ ഈ കൊറോണ വന്ന സമയത്ത്, ലോക്ക്ഡൗൺ ഒക്കെ ആയ സമയത്ത്, മാർച്ച് ഏപ്രിൽ ആ സമയത്തൊക്കെ നമുക്ക് മാസ്കൊക്കെ അധികം കിട്ടാറില്ലായിരുന്നു. മാസ്കൊക്കെ ഇല്ലാതിരിക്കുന്ന ആ കിട്ടാൻ നമ്മളൊക്കെ സ്വയമായിട്ടൊരു തുണിയൊക്കെ എടുത്ത് കെട്ടുന്ന ആ സമയത്ത് ജംഗ്ഷനിൽ ഇരിക്കുന്നത്. അപ്പോൾ ചന്ദ്രചേട്ടൻ്റെ മുഖത്തോട് ഞാൻ നോക്കിയപ്പം പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനത്തിന് തിരുവനന്തപുരത്ത് വന്ന അനുയായികളെ കൊണ്ട് വന്ന ബസ്സിൻ്റെ ഫ്രണ്ടിൽ ബാനർ വലിച്ച് കെട്ടുന്ന പോലെ ചന്ദ്രചേട്ടൻ വലിയൊരു മാസ്ക് കിട്ടിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഇതാണ് ഞാൻ ചന്ദ്രചേട്ടൻ ചോദിച്ചു ചേട്ടന് ഇവിടുത്തെ ഈ മാസ്ക് കിട്ടി? അപ്പം ചന്ദ്രചേട്ടൻ എന്നോടൊരു മറുപടി പറയാം പാട്ട് രീതിയിൽ. കോട്ടൻ തുണി കീറിയെടുത്ത് വായ്മൂടി കെട്ടാനായി
പൊട്ടാത്ത നൂലിൽ കോർത്തൊരു മാസ്ക് ഒന്ന് തയ്ച്ചു ഞാൻ. ഈ ചന്ദ്രചേട്ടനെ കഴിഞ്ഞിടയ്ക്ക് പോലീസ് നോക്കിയായിരുന്നു. ഈ മാസ്ക് ഈ താടിക്ക് വെച്ചിട്ട് നിന്ന് ബീഡി വലിച്ചിട്ട് നിന്നു. പോലീസുകാർ വന്നപ്പോൾ മാസ്ക് പിടിച്ച് മേളോട്ട് ഇട്ടു, ബീഡി കിഴിഞ്ഞ് മാസ്കിൻ്റെ വെളിയിൽ. ട്രെയിനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്, ട്രെയിനിലേക്ക് വീണ്ടും കയറാൻ പോവാണ്. അപ്പോൾ അങ്ങനെ ഒരു ഭിക്ഷക്കാരുടെ മുന്നിൽ നമ്മൾ ചമ്മുന്ന ചില സീനുകളുണ്ട്. രാജചേട്ടൻ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? ഭിക്ഷക്കാരുടെ മുമ്പിൽ നമുക്ക് ചമ്മണ്ടി ഗതികേട് വരും, നമ്മൾ ചമ്മിപ്പോവും. ഭിക്ഷക്കാരനല്ല, ഒരുപാട് പേര് മുമ്പ് ചമ്മിയിട്ടുണ്ട്. എനിക്ക് 30-35 വർഷമാകുന്നു. കണ്ണൂർ പ്രശ്നം ഗുരുതരം എന്നുള്ള സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്നത്, ബാലേന്ദ്രനും പടം. അപ്പോൾ ഷൂട്ടിംഗ് പാക്കപ്പായി രാത്രി കണ്ണൂരിൽ നിന്ന് ട്രെയിനിൽ കയറുകയാണ്. അപ്പോൾ 2 ടിക്കറ്റാണ്. ഒന്ന് ബാലേന്ദ്രന് കൊല്ലത്തിറങ്ങണം, എനിക്ക് ട്രിവാൻഡ്രത്ത് ഇറങ്ങണം. അപ്പോൾ ഞങ്ങൾ രണ്ടും കൂടെ ഒരു ഫസ്റ്റ് ക്ലാസ് കൂപ്പയിൽ അവിടെ നിന്ന് കയറുകയാണ് സംഭവം. ഇപ്പോൾ ട്രെയിനിൽ കയറുന്ന സമയത്ത് ഞാനിതെല്ലാം ഒരു ചെറിയൊരു അന്ന് ലുങ്കി മാത്രം കൊടുത്തിട്ട് ഷർട്ട് കാര്യങ്ങൾ ഒരിടയ്ക്ക് മോഷണം പോയതാണ് പേഴ്സൊക്കെ. അപ്പോൾ അതെല്ലാം പെട്ടിയിൽ വെച്ച് പൂട്ടും. അങ്ങനെ പൂട്ടിയിട്ട് ഞാൻ കിടന്നുറങ്ങി. ലുങ്കി മാത്രമേ ഉള്ളൂ, മേനോനും ഉറങ്ങുന്നു. നല്ല സുഖം ഉറക്കമായിരുന്നു. ഭയങ്കര കുറേ ദിവസം ഷൂട്ടിംഗ് കഴിഞ്ഞ് ക്ഷീണമില്ലേ. അങ്ങനെ കൊല്ലത്തെത്തിയപ്പോൾ മേനോ പറഞ്ഞു ശരി ഞാൻ ഇറങ്ങട്ടെ, എന്താണ് ശരി ഓക്കെ ഇറങ്ങിപ്പോയി. അടുത്തൊരു പരവൂർ സ്റ്റേഷനിൽ ഞാൻ പരവൂർ സ്റ്റേഷനത്തിന് മുമ്പ് ഒന്ന് ഉണർന്നു കഴിഞ്ഞിട്ട് ഡ്രസ്സൊക്കെ ഇടാന്ന് പറഞ്ഞ് പെട്ടി തുറക്കാൻ നോക്കുന്നു. എൻ്റെ പെട്ടിയാണ് മേനോ കൊണ്ടുപോയിരിക്കുന്നത്. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഡിസ്കൗണ്ടിൽ VIP 2 ബോക്സ് ഒരേ കളറിൽ പിടിച്ചാണ്. മേനോ ആ പെട്ടി കൊണ്ടുപോയി. മേനോൻ്റെ പൂട്ടിയ പെട്ടി ഇവിടെ ഇരിപ്പുണ്ട്. എൻ്റെ അടുത്താണെങ്കിൽ ടിക്കറ്റും ഇല്ല, പേഴ്സും ഇല്ല, ഡ്രസ്സും ഇല്ല, ലുങ്കി മാത്രമേ ഉള്ളൂ. ഞാൻ ഈ ജനലിൽ കൂടെ വേവലാതി പിടിച്ച് നോക്കുമ്പോൾ അസോസിയേറ്റ് ഡയറക്ടർ ഗോപി, അയാൾക്ക് വർക്കല ഇറങ്ങണം. അപ്പോൾ അയാൾ അതിന് മുമ്പ് യാത്ര പറയാൻ വന്നു. ഞാൻ എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കുന്നു. അപ്പോൾ അയാൾ ഓടിപ്പോയി ഒരു ബനിയൻ കൊണ്ട് അകത്ത് എറിഞ്ഞിട്ട് ഓടിക്കളഞ്ഞ സംഭവം. ഞാൻ തിരുവനന്തപുരത്ത് ഇറങ്ങുമ്പോൾ ഒരു ചുവന്ന ബനിയനാണ് കേട്ടത്. ഞാൻ വേറെ വഴിയില്ല, എനിക്ക് എന്ത് ചെയ്യണം, ആരുടെ അടുത്ത് പറയണമെന്നൊന്നും പറഞ്ഞു. ഞാൻ ആ ചുവന്ന ബനിയനിട്ട് ആ ലുങ്കിയും മടത്ത് കെട്ടി ഈ പെട്ടിയും തല വെച്ച് പോട്ടർ പോകുമ്പോൾ ഇറങ്ങിയാൽ വിളിക്കും. ചേട്ടൻ ഇപ്പോൾ പറഞ്ഞ പോലെയാണ് എനിക്ക് ചെന്നൈ വെച്ചതൊരു അനുഭവം ഉണ്ടായത്. ചെന്നൈ മെറീന ബീച്ച് വെച്ച് ചേട്ടനെ വിൽക്കുന്നത് ഞാൻ കേട്ടായിരുന്നു. എന്നെ വിൽക്കുന്നോ? ആ ചേട്ടനെ വിൽക്കുന്നത് പിച്ചാരടി എന്ന് വിളിക്കുന്നത്. പിച്ചാരടി ഇനിയിപ്പോൾ പിഷാരടി ചേട്ടൻ ഇനി മെറീന ബീച്ചിൽ കാണാം ഷൂട്ടിന് വന്നായിരിക്കും. ഇനി ചേട്ടനെ കണ്ടിട്ടില്ലെങ്കിൽ ആരെങ്കിലും വിളിച്ചു പറയുമായിരിക്കും പിച്ചാരടി. അപ്പോൾ അങ്ങനെ പുള്ളിയുടെ കയ്യിൽ ഒരു വലിയൊരു ട്രേ ഉണ്ട്, അതിൽ നിന്ന് ഇങ്ങനെ ആവി പറക്കുന്നുണ്ട്. ഞാനോർത്തത് എന്ത് സാധനമാണ്, ഇനി വല്ല തിന്നുമ്പോൾ ചിരിക്കുന്ന എന്തെങ്കിലും സാധനമാണെന്ന് വിചാരിച്ചു. അതായിരിക്കും പിച്ചാരടി എന്ന് പേര്. ഞാൻ ചെന്ന് അതിൻ്റെ ആ അടപ്പ് മാറ്റിയിട്ട് ഞാൻ നോക്കിയപ്പോൾ എന്താ അറിയുക, മീൻ വറുത്ത് വെച്ചേക്കാം, ഫിഷ് റെഡി എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഫിഷ് റെഡി എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എനിക്കിത് പറ്റിയിട്ടുണ്ട്. ഞാൻ നന്നായിട്ട് ചമ്മിയിട്ടുണ്ട്. ഒരു പിസ്സ ഷോപ്പിൽ ഞാൻ ഇരിക്കുകയാണ്, ഏതോ ഒരു സ്ഥലത്ത് പിസ്സ ഷോപ്പിൽ ഞാൻ ഇരിക്കുമ്പോൾ എൻ്റെ ബാക്കിലിരിക്കുന്ന ടേബിളിൽ ആ മദാമ വന്നിട്ട് പിസ്സ റെഡി ഞാൻ യേസ് എന്ന് പറഞ്ഞ് മിണ്ടാതെ. എൻ്റെ നാട്ടിൽ ജോസേട്ടൻ്റെ കടയുണ്ട്. ആ ജോസേട്ടൻ്റെ കടയിൽ ബേക്കറി അല്ല, ഒരു മെഡിക്കൽ സ്റ്റോറാണെന്ന് തോന്നുന്നു. അവിടെ വന്നിട്ട് രാവിലെ ഒരു 11 മണിയൊക്കെ ഒരു ഭിക്ഷക്കാരൻ അവിടെ വന്നിട്ട് അപ്പോൾ ജോസേട്ടൻ ചോദിച്ചു എന്ത് വേണം 3 ദിവസമായി എന്നിട്ട് കഴിച്ചിട്ട് പൈസ തരാമോ ചോദിച്ചു. ജോസേട്ടൻ പറഞ്ഞ് പൈസ ഇല്ല, അപ്പുറത്തെ നമ്മുടെ സുഹൃത്തിൻ്റെ ഹോട്ടലുണ്ട്, പോയി ഇഷ്ടത്തിന് വയറ് നിറച്ച് ആഹാരം കഴിച്ചു. വേണ്ട പൈസ മതി അങ്ങനെ പറഞ്ഞ് പൈസ അല്ല നിങ്ങൾ ആവശ്യത്തിന് പോയി കഴിച്ചു. അദ്ദേഹം പോയി കഴിച്ചു. തിരിച്ച് ജോസേട്ടൻ വന്നിട്ട് പറഞ്ഞു ഒരു മുട്ടക്കറിയും 4 പൊറോട്ടയും 2 പാലും വെള്ളം കുടിച്ചു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അങ്ങ് പോയി. അങ്ങനെ പിറ്റേ ദിവസം വീണ്ടും ഇതേ അവസ്ഥയിൽ തന്നെ വീണ്ടും ഭിക്ഷക്കാരൻ വന്നു. ജോസേട്ടൻ ചോദിച്ചു എന്താ പോയിക്കോ, പോയി കഴിച്ചിട്ട് വന്നു. 2-3-4 ദിവസമായി ഇതുപോലെ സ്ഥിരം ഈ പരിപാടിയാണ്. അപ്പം 4ാമത്തെ ദിവസം ഈ ഭിക്ഷക്കാരൻ വന്നിട്ട് ജോസേട്ടോ ഇന്ന് നമുക്കൊന്ന് മാറ്റി പിടിച്ചാലോ, പൊറോട്ടയും ബീഫ് ഫ്രൈ ആക്കിയാലോ എന്ന്. അങ്ങനെ ട്രെയിൻ ഏകദേശം യാത്ര ചെയ്ത് സന്ധ്യ ആകാറായെന്ന് പറഞ്ഞപ്പോൾ ഏകദേശം ഒരു 3-3:30 4 മണിയൊക്കെ ആകാറായി. അപ്പോൾ ഒരു ആദ്യമായി കല്യാണം കഴിച്ചൊരു പുതുമണവാളനും പുതുമണവാട്ടിയും മുംബൈയിലേക്ക് പോവുകയാണ് കേരളത്തിൽ നിന്ന്. അവനെ കണ്ടപ്പോൾ എനിക്കൊരു ചെറിയൊരു അവലക്ഷണം തോന്നി. കാരണം അനിൽ കപൂറിൻ്റെ മുടിയും അമരീഷ് പുരിയുടെ മുഖവും ഉള്ള ഒരു വ്യക്തി. പെണ്ണിനെ കണ്ടു കഴിഞ്ഞാൽ നല്ല സുന്ദരിയാണ്, കാണാൻ നല്ല സുന്ദരിയൊക്കെയാണ്. അമരീഷ് കപൂർ എന്ന് പറയാം. അപ്പം ഭയങ്കര പ്രൊട്ടക്ഷനാണ് ഈ പെണ്ണിന്. ഭയങ്കര പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്ന് തൊടാനോ അല്ല നോക്കാനോ ഒന്നും പറ്റത്തില്ല. അല്ലേലും തൊടാനൊന്നും പറ്റത്തില്ല, നോക്കാനേ പറ്റുള്ളൂ. അല്ല അവൻ ഭയങ്കര പ്രൊട്ടക്ഷനാണ്, നമുക്കൊന്നും തൊടാനൊന്നും പറ്റത്തില്ലെന്ന് രാജേട്ടാ ഇവൻ പറയുക. അവനും അങ്ങനെ പ്രൊട്ടക്ഷൻ ഉള്ള ഒരാളല്ല. നിങ്ങൾ ആ കമ്പാർട്ട്മെന്റിലുള്ളതിന്റെ പേര് മാത്രം കൊടുക്കുന്ന പ്രൊട്ടക്ഷനാണ്. അങ്ങനെ ഇവരോട് ചോദിച്ചു മീനുകുട്ടി ചായ വേണോ? ഇപ്പോഴും അവസരമുണ്ട്, പിന്നീട് 2 കൊല്ലം കഴിയണം നമ്മൾ തിരിച്ചു വരുമ്പോൾ ട്രെയിനിൽ നിന്നൊക്കെ ഇങ്ങനെ കഴിക്കാൻ വേണ്ടി നല്ല ഫുഡാണ് ട്രെയിനിൽ കഴിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് എന്നാൽ 2 ചായ വാങ്ങിച്ചാൽ മതി. പെണ്ണ് അങ്ങ് വാങ്ങിച്ചു കൊടുക്കുക. 2 ചായ വാങ്ങിച്ചു.
ഇവൻ 50 രൂപ കൊടുത്തു, 25 രൂപ ആയുള്ളൂ. ബാക്കി 25 രൂപ കൊടുക്കുന്ന സമയം കൊണ്ട് ട്രെയിൻ വിട്ടു പോയപ്പോൾ ഇയാൾ ഈ ചായ പിടിച്ചിട്ട് ഇവൻ ജനലിലേക്കോട് പറഞ്ഞു, മിസ്റ്റർ എൻ്റെ ബാക്കി പൈസ തരൂ, എൻ്റെ ബാക്കി പൈസ തരും മിസ്റ്റർ എന്ന് പറഞ്ഞു. അതേ അങ്ങോട്ടും പോയി, ട്രെയിൻ മുന്നോട്ടും പോയി. ഇവന് ഈ 2 ചായയും കളഞ്ഞു. ആ പെണ്ണ് ചോദിച്ചു, അയ്യോ എന്തിനാ ചായ കളഞ്ഞത്? നമ്മളെ പറ്റിച്ചവൻ്റെ ഒന്നും നമുക്ക് വേണ്ട. കുറച്ച് കഴിയുമ്പോൾ എൻ്റെ സൈഡിൽ വേറൊരു പയ്യൻ വന്നിരുന്നു, നല്ല സുമുഖനായ ഒരു പയ്യൻ, നല്ല സുന്ദരൻ. അവൻ വന്ന് എൻ്റെ അടുത്തിരുന്നു, മാന്യമായിട്ട്. ഒരു ചെറിയൊരു ഹാൻഡ് ബാഗ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല, മൊബൈലില്ല. അപ്പം ഞാൻ ഓർത്ത് ഈ വന്ന കാലത്ത് മൊബൈലില്ലാത്ത ചെറുപ്പക്കാരനോ. ഇവൻ എൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് ഇവനൊരു പുസ്തകം എടുത്ത് ഇങ്ങനെ വായിച്ചു. എനിക്ക് അപ്പോൾ തോന്നി എന്തോ PSC ടെസ്റ്റോ അല്ലെങ്കിൽ അതുപോലുള്ള കമ്പനിയിൽ ഇൻ്റർവ്യൂവിനെ കാണാൻ പോകുന്ന വ്യക്തിയായിരിക്കും. അദ്ദേഹം ഇങ്ങനെ വായിക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ വായിച്ചിട്ട് ഇദ്ദേഹം പുറകോട്ട് ചാരിയിട്ട് ഈ പുസ്തകം എൻ്റെ സൈഡിലോട്ട് ഇങ്ങനെ വെച്ചു. ഞാൻ ആ പുസ്തകത്തിലോട്ട് നോക്കുമ്പോൾ മോട്ടിവേഷൻ്റെ ഒരു പുസ്തകമാണ്. നിങ്ങൾ പരാജിതനാകല്ലെന്നാണ് എൻ്റെ ഹെഡ്ലൈൻ, എൻ്റെ ആമുഖം എഴുതിയിരിക്കുന്നത്. നിങ്ങൾ പരാജിതനാകല്ല. എന്നിട്ട് ഒരാളുടെ പടമുണ്ട്. അതെ, ഞാൻ നല്ല പയ്യനാണ്. അങ്ങനെയുള്ള പുസ്തകങ്ങളൊക്കെ വായിക്കണമല്ലോ. കൊച്ചു പുസ്തകമാണെങ്കിലും മറ്റേ കൊച്ചു പുസ്തകമല്ലല്ലോ ഇവൻ്റെ കയ്യിരിക്കുന്നത്. അപ്പോൾ അത് ഇങ്ങനെ വായിക്കുന്നു. ഈ പയ്യൻ ആരെ ശ്രദ്ധിക്കുന്നില്ല, ചായ കുടിക്കുന്നില്ല, വീട് വലിക്കുന്നില്ല, ഒന്നുമില്ല, ഭക്ഷണം ഒന്നും കഴിക്കാതെ ഈ പയ്യൻ ഇങ്ങനെ ഇരിക്കുന്നു. അങ്ങനെ രാത്രി കൊങ്കൺ റെയിൽവേയുടെ ഗുഹ, നമ്മളിപ്പോൾ പറഞ്ഞില്ലേ കൊങ്കൺ റെയിൽവേയുടെ ഗുഹ അങ്ങോട്ട് കയറി ഇരുട്ടായി പോയില്ലേ. കൂടെ വന്നിട്ട് 1/2 മണിക്കൂർ ഗുഹയ്ക്കത്ര സഞ്ചരിക്കും. 1/2 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ നോക്കിപ്പോണ്ടല്ലോ, ഈ അമരീഷ് പുരി ഉണ്ടല്ലോ എങ്ങനെ നിന്നെന്നറിയാമോ? അമ്പിയെ പിടിച്ചോണ്ട് നിൽക്കുക, പെണ്ണിന് പ്രൊട്ടക്ഷൻ കൊടുത്തോണ്ട്. ഇരുട്ട് സമയമില്ല അന്നേരം, വെട്ടം വന്നപ്പോൾ നിൽക്കുക അമരീഷ് പുരി ഇങ്ങനെ, വേറെ ആരും തൊടല് ഭാര്യയെ. അങ്ങനെ രാത്രിയായി. അമരീഷ് പുരിയൊക്കെ ഉറങ്ങാനുള്ള പരിപാടി നോക്കുക. രാത്രിയായിട്ട് പുസ്തകം വായിച്ചുകൊണ്ട് ഈ പയ്യൻ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ എൻ്റെ അച്ചാറൊക്കെ ഞാൻ ഇടയ്ക്ക് ചെക്ക് ചെയ്യുന്നുണ്ട്. ചക്കക്കുരും ചക്കയൊക്കെ ഉണ്ട്, അത് ആൾക്കാർക്ക് ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. അമരീഷ് പുരി ഈ പെണ്ണിനെ ഇങ്ങനെ പൊതിഞ്ഞ് കെട്ടി, അതായത് ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് കുഞ്ഞിനെ കൊണ്ട് കൊടുക്കുന്ന പോലെ പൊതിഞ്ഞ് ഇതിലിട്ടിട്ട് 2 ബെർത്തായിരുന്നു ഇവർക്ക്. ഒരു ബെർത്ത് 2 പേരും കിടക്കുക. രാത്രി 12 മണിയൊക്കെ ആയപ്പോൾ ഞാൻ നോക്കുന്ന അമരീഷ് പുരി ഉറങ്ങുമല്ല, ഇതിൻ്റെ ഓട്ടയ്ക്കകത്തോടെ എല്ലാവരും നോക്കുക, ഇവിടെ ആക്രമിക്കുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടി. ഞാനോർത്ത് ഇവൻ എന്തോ മനുഷ്യനാണോ ഇത്. അങ്ങനെ ആയി കഴിഞ്ഞപ്പം നേരം വെളുത്തു. ട്രെയിനേക്കാളിലും വലിയൊരു ഒച്ച കേൾക്കാം. ട്രെയിൻ എവിടെ ചെന്നറിയാം, നമ്മുടെ കല്യാൺ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നു. അവിടെ നിന്ന് 160 കിലോമീറ്റർ വേണം എനിക്ക് പോകാനൊക്കെ ഉണ്ട്. അവിടെ ചെന്നപ്പോൾ എന്തുവാ, ഇവൻ നിലവിളിക്കുക, പെണ്ണിനെ കാണാനില്ല. ഈ പെണ്ണിനെ കാണാനില്ല. ഇവൻ ഭയങ്കര നിലവിളി, അയ്യോ എൻ്റെ വൈഫിനെ കാണുന്നില്ല, എവിടെ പോയി, കുഹാമേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇങ്ങനെ മിനുട്ടി എവിടെ എന്നൊക്കെ പറഞ്ഞു ഭയങ്കര കരച്ചിൽ. ഈ ട്രെയിനിൻ്റെ സീറ്റിൻ്റെ അടിയിൽ അവൻ 4 തവണ നോക്കിയ പെണ്ണിനെ. അപ്പോൾ അത്രയ്ക്ക് ഇങ്ങനെ ഭയങ്കര വിഷമമായി. എനിക്കും അങ്ങ് ഭയങ്കര വിഷമം തോന്നി ഇവനോട്, ഈ അമരീഷ് പുരിയോട് എനിക്കും അങ്ങ് വിഷമം തോന്നി. ഞാനും ഇങ്ങനെ നോക്കി, ഇങ്ങനെ എല്ലാവരും നോക്കുന്നുണ്ട്. ട്രെയിൻ വിടാനുള്ള സമയമായി. കാരണം ഇവൻ്റെ പെണ്ണുമ്പിള്ളെ കാണുന്നില്ലെന്ന് പറഞ്ഞാൽ ട്രെയിൻ അവിടെ ഇട്ടത്തില്ല, ഇന്ത്യൻ ട്രെയിനിൽ അവിടെ പിടിച്ച് കിട്ടത്തില്ലല്ലോ, അത് വിട്ടു പോകും. അപ്പോൾ ഇവൻ അവിടെ ഇറങ്ങി, ഇവൻ ഇറങ്ങാൻ നേരത്ത് ഇവൻ്റെ പോക്കറ്റിൽ നിന്നൊരു പേപ്പർ തറയിൽ വീഴുന്നു, മലയാളത്തിൽ എഴുതി വെച്ചേക്കുന്നു. എനിക്കൊന്ന് ഹിന്ദി അറിയാത്ത പെണ്ണാന്ന് തോന്നുന്നു. സോറി, എനിക്കിഷ്ടമുള്ള ആളുടെ കൂടെ ഞാൻ പോവാണ്, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. എൻ്റെ അമ്മാൻ്റെ മകനാണെന്നുള്ള ഒരു പരിഗണനയാണ് നിങ്ങൾക്ക് തന്നത്. എനിക്ക് നിങ്ങളെ ഇഷ്ടമേ അല്ലായിരുന്നു. എൻ്റെ അച്ഛനോട് ഞാൻ പറഞ്ഞായിരുന്നു, എൻ്റെ കാമുകനോടൊപ്പം ഞാൻ പോവുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, ഇതുണ്ടോ എഴുതി വെച്ചേക്കുന്നുണ്ടോ? എനിക്ക് മലയാളം അറിയത്തില്ലെന്ന് പറയാമെന്ന് ചോദിച്ചു. ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോൾ ഇത് നിലവിളിച്ചുകൊണ്ട് വെളിയിലോട്ടിറങ്ങി. ട്രെയിൻ മുന്നോട്ടും പോയി. അങ്ങനെ ഞാൻ നാസിക്കിൽ ചെന്നിറങ്ങി. 2 ദിവസം കഴിഞ്ഞ് പ്രകാശ് ചേട്ടൻ്റെ വീട്ടിൽ അച്ചാറും ഒക്കെ കൊണ്ട് കൊടുക്കാൻ പോവാം. പ്രകാശ് ചേട്ടൻ്റെ വീട്ടിൽ അച്ചാർ കൊണ്ട് കൊടുക്കാൻ ചെന്നപ്പോൾ പ്രകാശ് ചേട്ടനും ചേച്ചിയുടെ മുഖത്ത് ഭയങ്കര ഗൗരവം. കാരണം ഞാൻ അച്ചാറും കാര്യങ്ങളൊക്കെ നാട്ടിൽ നിന്ന് വരുമ്പോൾ ചിരിച്ച് കാണിക്കണ്ട. ഇപ്പം രമേശ് ചേട്ടൻ ഞാൻ സാധനം കൊടുത്ത് തരുമ്പം ചിരിക്കത്തില്ല, ഭയങ്കര സന്തോഷം, കയറി പാടാന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷില്ല. അങ്ങനെ ചോദിക്കത്തില്ല. രാജചേട്ടൻ അന്നേരം അങ്ങനെ ചോദിച്ചില്ലേ എവിടെയെങ്കിലും ചെന്നിട്ട്? അങ്ങനെ ഞാൻ ചെന്നപ്പോൾ പ്രകാശ് ചേട്ടനും ചേച്ചിയും ഗൗരവത്തിൽ ഇരിക്കുക. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി പ്രകാശ് ചേട്ടാ? എടാ ഒരു ഭയങ്കര വിഷയമുണ്ടായി, അനിയൻ നാട്ടിൽ നിന്ന് ഒരു പെണ്ണിനെ അടിച്ചുകൊണ്ട് വന്നു. ഞാൻ പറഞ്ഞു, അനിയൻ നാട്ടിൽ നിന്ന് പെണ്ണിനെ അടിച്ചുകൊണ്ട് വന്നിട്ട് എന്നാൽ പിന്നെ അച്ചാറ് ഈ കുന്തമൊക്കെ അവന് കൊണ്ടുവന്നാൽ പോരായിരുന്നു, എൻ്റെ തന്നെ തന്നു വിട്ടത്. ചേട്ടാ അതൊന്നും അല്ലടാ, ഭയങ്കര വിഷയമാണ് ഇത്. വീട്ടുകാർ പറഞ്ഞിട്ടില്ല, നാട്ടുകാർ പറഞ്ഞിട്ടില്ല, ഭയങ്കര വിഷയമാണ്. ഞാൻ ചോദിച്ചു, പെണ്ണെന്ത് ചെയ്യും? അതുകൊണ്ട് നിൽക്കുന്ന പെണ്ണ്. ഞാൻ പറഞ്ഞിട്ട് വിളിച്ചേ തികച്ചേ. പ്രകാശേട്ടൻ പറഞ്ഞു, എടേ മോളെ എന്നിട്ട് നോക്കിയേ, ഇന്ന ഒരാൾ വിളിക്കുന്നു, ഞാൻ നോക്കി. പെണ്ണ് തിരിഞ്ഞ് നോക്കിയപ്പം ഞാൻ ഞെട്ടിപ്പോയി. ആ പെണ്ണ് എന്നെ കണ്ടപ്പോഴും ഞെട്ടി. ചേട്ടൻ പെരുപ്പുള്ള ചേട്ടൻ എന്ന് പറഞ്ഞു. പെരുപ്പ് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയുള്ള. ഞാൻ പറയും, പെരുപ്പുള്ള ചേട്ടൻ എന്നല്ല, ട്രെയിനെ നമ്മൾ ഒന്നിച്ച് നമ്മൾ യാത്ര ചെയ്തതാണ്. ചേട്ടൻ ഞാൻ ചോദിച്ചു, മോളെ നീ കാണിച്ച ഭയങ്കര തെറ്റായിപ്പോയി, അറിയോ? കല്യാൺ റെയിൽവേ സ്റ്റേഷനിൽ കല്യാണം കഴിഞ്ഞിട്ട് കിടന്ന് കരയുന്ന ഒരു പയ്യനെ ഞാൻ കണ്ടായിരുന്നു പറഞ്ഞു. പ്രകാശനോട് പറഞ്ഞു, അനിയനെ വിളിച്ചു. അനിയൻ ഇങ്ങോട്ട് ഇറങ്ങി, എടാ ഇങ്ങോട്ട് വന്നടാ, നിന്നെ ഒരാൾ വിളിക്കുന്നു, നീ വന്നേ. അനിയനും വന്ന് നോക്കി പാരാ, മോട്ടിവേഷൻ. ഇവിടെ ഇരുന്ന് നിങ്ങൾ പരാജിതനാവാനെന്ന് പറഞ്ഞ പുസ്തകം വായിച്ച മോട്ടിവേഷൻ ഇല്ലേ? സുമുഖൻ സുന്ദരൻ പരാജിതനായിട്ടില്ല, വിജയിച്ചു വന്ന് നിൽക്കുകയാണ്. അതെ, ഞാൻ തിരിച്ചിറങ്ങി സിറ്റവട്ടി വന്നു. പ്രകാശൻ ചേട്ടൻ്റെ 3.5 വയസ്സുകാരൻ ഒരു പുസ്തകം വലിച്ചു കീറി ഇന്ന് കളിക്കുകയാണ്. അപ്പം ഞാൻ ആ പുസ്തകത്തിലോട്ട് കുഞ്ഞ് കളിക്കില്ലേ, പുസ്തകം വലിച്ചു കയറി. ഞാൻ ആ പുസ്തകത്തിലോട്ട് സൂക്ഷിച്ച് നോക്കിയപ്പോൾ ഏത് പുസ്തകമാണ്? മറ്റേ മോട്ടിവേഷൻ്റെ നിങ്ങൾ പരാജിതനാകാലെന്നുള്ള പുസ്തകം കുഞ്ഞ് വലിച്ചു കയറി കളിക്കുക.
എന്നിട്ട് ആ കുഞ്ഞ് അതിൻ്റെ ഒരു താള് പറിച്ചിട്ട് വായി വെച്ചിട്ട് കടിച്ചിട്ട് ഞാൻ പറയും മോനെ അയ്യോ പേപ്പർ തിന്നല്ലേ ചത്തു പോകുമെന്ന് പറഞ്ഞിട്ട് ഞാൻ ആ പേപ്പറിഞ്ഞെടുത്തപ്പോൾ അവസാനത്തെ താളാ അത് ലേഖകൻ എഴുതിയിരിക്കുന്നു. നിങ്ങൾ പരാജയനാകലെന്നുള്ള എൻ്റെ ഈ പുസ്തകം വായിച്ച് നിങ്ങൾ വിജയിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്ത ലക്കവും വായിക്കുക. പുതിയ ലക്കം അറിയാത്ത പിള്ള ചോറിയുമ്പോൾ പഠിക്കും. വില 120. താങ്ക് യു. അപ്പോൾ ട്രെയിൻ യാത്രയൊക്കെ നല്ല അസലായിരുന്നു. എല്ലാ കഥകളും ഞങ്ങൾ ആസ്വദിച്ചു, ചിരിച്ചു, വളരെയധികം ഇഷ്ടമായി, ഗംഭീരമായിരുന്നു. രമേശ് ഏട്ടാ ഞാനൊന്നും പറയുന്നില്ല, ഞാൻ പുള്ളിയുടെ കൂടെ ട്രെയിനിലാണ്. ഞങ്ങൾ ബോംബെയിലാണ്, നാസിക്കിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ് ഇപ്പോഴും. രാജു ഏട്ടാ സാധാരണ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു അവതരിപ്പിക്കും ഒരു കഥാപാത്രം, 2 കഥാപാത്രമാണ് ഉള്ളത്. ഇതൊരു ട്രെയിൻ യാത്ര ചെയ്യുമ്പോൾ കുറേ കാരിക്കേച്ചേഴ്സ് വന്നു. നമ്മൾ അതിൽ ചായ വയ്ക്കുന്ന ആൾ തൊട്ട് കല്യാണം കഴിക്കുന്ന ആൾ, കുറേ കഥാപാത്രങ്ങൾ നമ്മളോടൊപ്പം സഞ്ചരിച്ചു എന്നുള്ളതാണ്. അപ്പം നമ്മുടെ മനസ്സിൽ ഓരോരുത്തരെ കുറിച്ച് പറയുമ്പോൾ മറ്റേ മോളിൽ കിടക്കുന്ന ഓർമ്മയുണ്ട്, മറ്റോ പുസ്തകമായിട്ട് വരുന്ന ഓർമ്മയുണ്ട്, ഈ ചായയായിട്ട് പോയിട്ട് പോകുന്നുണ്ട്. ഇത്രയും കഥാപാത്രങ്ങളെ ഒരു യാത്രയിൽ ഉൾക്കൊള്ളിക്കാൻ കഴിഞ്ഞത് വലിയ കാര്യമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അത് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. സൂപ്പർ.